ഇടുക്കി മായൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക് എന്നൊരു വാർത്ത വരുന്നു. കാന്തല്ലൂർ പാമ്പൻപാറയിലെ തെക്കേൽ തോമസിനാണ് പരിക്കേറ്റത്. തോമസിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൃഷിയിടത്തിൽ പുളി പറിക്കാനെത്തിയപ്പോൾ പുലർച്ചെ 6:30യോടെയാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുവരാം. ഇപ്പോൾ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. പ്രതികരണമുണ്ട് തോമസിൻ്റെ. காட்டில் வந்தப்போ ஆனை எடுத்துட்டு வந்து நாங்கள் பனியாக வந்தப்போ அவங்க கண்டுதான் நாங்கள் கண்டு போயிட்டு வந்து பார்த்துட்டு அவர் வீடு எடுத்து தாழ ரோட்டில் தாழை അവിടെ പുളി പിടിക്കാൻ പോയതാണ്. പുളി പറിക്കാൻ അവിടെ കാട്ടിൽ വരണം ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ അവിടുന്ന് പണിയാൻ പറയുമ്പോൾ പള്ളി അവിടെ നിന്ന് കറഞ്ഞ് അതുകൊണ്ട് വിളിച്ചിട്ട് നമുക്കൊപ്പം ചേരുന്നത് സന്ദീപ് രാജാക്കാടാണ്. സന്ദീപ് രാജാക്കാട്, വെരി ഗുഡ് മോർണിംഗ്. എപ്പോഴായിരുന്നു സംഭവം? ചേട്ടൻ്റെ മുഖം കാണുന്ന സമയത്ത് നമുക്ക് വലിയ ടെൻഷനുള്ള പോലെ തോന്നുന്നു. പുള്ളി ഇപ്പോഴും ആ ഭീതിയിൽ നിന്ന് മാറിയിട്ടില്ല. കാലിലാണോ പരിക്കേറ്റത്? ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായിട്ടും രാവിലെ പുലർച്ചെ ഒരു 6:30 കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ മേഖലയിൽ കാട്ടാന ആക്രമണം രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ ഇത്തരത്തിൽ ഒരാൾക്ക് കൂടി പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. തെക്കൽ തോമസ് എന്ന് പറയപ്പെടുന്ന 73 വയസ്സുകാരനാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൃഷിയിടത്തിൽ വെച്ച് പരിക്കേൽക്കുന്ന സ്ഥിതി ഉണ്ടായത്. രാവിലെ ഭാര്യയുമൊത്ത് പുളി പെറുക്കാൻ വേണ്ടി പോകുന്ന സമയത്തായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഈ ഭാര്യ ഇയാളെ കാട്ടാനെ ആക്രമിക്കുന്നത് കണ്ട് അവിടെ വെച്ച് നിലവിളിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരെത്തി ഒച്ച വെച്ചാണ് കാട്ടാനയെ അവിടെ നിന്നും തുരത്തുകയും ഇദ്ദേഹത്തെ അവിടെ നിന്ന് ചുമന്നെടുത്ത് താഴെ കൊണ്ടുവന്നതിന് ശേഷം അവിടെ പ്രാഥമിക കേന്ദ്ര ആശുപത്രിയിലേക്ക് എത്തിച്ചതിന് ശേഷം അവിടെ നിന്നും അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. പരിക്ക് ഗുരുതരമാണ് എന്ന് തന്നെയാണ് നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഈ മേഖലയിൽ കാട്ടാന ആക്രമണം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ തന്നെ വനംവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു വന്നിരുന്നു. ഈ കാട്ടാന ആക്രമണം നിയന്ത്രിക്കുന്നതിനും ഈ കാട്ടാനകളെ തുരത്തുന്നതിനും വേണ്ട സംവിധാനം ഇവിടെ ഒരുക്കുന്നില്ല എന്ന ഗുരുതരമായ ആരോപണം അവിടെ നിലനിൽക്കുകയാണ്. അത് യാഥാർത്ഥ്യവുമാണ്. കാട്ടാനയും കാട്ടുപോത്തും അടക്കമുള്ള വന്യജീവികൾ ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും തമ്പടിക്കുന്ന ഒരു സ്ഥിതി മറയൂരിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നത് വലിയ ആശങ്കയാണ്. പകൽ സമയത്ത് പോലും പുറത്തിറങ്ങി നടക്കുവാൻ കഴിയാത്ത തരത്തിൽ കാട്ടാനയുടെ ആക്രമണം അത്ര കണ്ട് രൂക്ഷമായിരിക്കുന്ന ഒരു സ്ഥിതി ഈ മറയൂർ മേഖലയിലുണ്ട്. ഈ വ്യാപകമായി കൃഷിനാശം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെയാണ് മനുഷ്യജീവനുകൾക്ക് വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് ഇത്തരത്തിൽ കാട്ടാന ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഇന്നും നമുക്കറിയാം കൃഷിയിടത്തിൽ വെച്ചാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ തോമസിനാണ് പരിക്കേറ്റിരിക്കുന്നത്. രാവിലെ കൃഷിയിടത്തിൽ പാവം പുളി പറിക്കാൻ പോയതാ ഭാര്യയും കൊണ്ട്. പുളി പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആന വരുന്നു, ആനയെ ആക്രമിക്കുന്നു. ഭാര്യ ഇത് കണ്ട് ഭയന്ന് നിലവിളിക്കുന്നു. കഷ്ടിച്ച് നാട്ടുകാരെത്തിയതുകൊണ്ട് മാത്രം ആന ഇട്ടിട്ട് പോയതാണ്. ഇല്ലെങ്കിൽ തോമസ് ഏട്ടനെ നമുക്ക് ഈ നിലയിൽ കിട്ടില്ല. വലിയ പരിക്കേറ്റിട്ടുണ്ട് തോമസ് ഏട്ടൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ആ കണ്ണുകളിൽ ആ ഭീതിയുണ്ട്. 73 വയസ്സുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ പുളി പറിക്കാനൊക്കെ കൃഷിയിടത്തിൽ പോകുന്ന സമയത്ത് കാട്ടാന പെട്ടെന്ന് അതിൽ തള്ളി തുറന്ന് വരിക, ചെടികൾ വകഞ്ഞു മാറ്റി വരുന്ന ആക്രമിക്കുക, എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? ഓടിപ്പോയി രക്ഷപ്പെടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യരാണ് കേട്ടോ വയനാട്ടിലും ഇടുക്കിയിലും പല ഭാഗങ്ങളിലും ഉള്ളത്. അവരുടെയൊക്കെ ആശങ്ക സർക്കാർ മനസ്സിലാക്കുക തന്നെ വേണം. സന്ദീപ് രാജാക്കാടാണ് ഈ വിവരങ്ങൾ നൽകിയത്.